ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തികയും സേതുവിനെയും സന്ദീപിനെയുമാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നീ എന്താണെങ്കിലും എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വാ, നമുക്ക് പോകാമെന്ന് അവന്തിക പറയുന്നു. അങ്ങനെ സന്ദീപിനെ കൂട്ടിക്കൊണ്ട് സേതുവും അവന്തികയും നെല്ലിശ്ശേരിയിലെത്തിയിരിക്കുകയാണ്. സന്ദീപിനെ കണ്ടയുടൻ സന്തോഷത്തോടെ സ്നേഹ എല്ലാവരെയും താഴേക്ക് വിളിക്കുന്നു. അങ്ങനെ സച്ചിയും അർച്ചനയും എല്ലാവരും താഴേക്ക് വരികയാണ്. അതേസമയം ആതിര കരഞ്ഞുകൊണ്ട് താഴേക്ക് ഓടി വന്ന് സന്ദീപിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഇതെല്ലാം ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് അവന്തിക. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അനഘ സന്ദീപ് ആതിരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണു തുടയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഘ. അനഘ ദേഷ്യത്തോടെ തന്നെ അവന്തികയെ നോക്കുന്നു. തുടർന്ന് അനഘ തന്റെ മുറിയിലേക്ക് പോകുമ്പോൾ സച്ചി പറയുകയാണ്, ആതിര ഇനി കരയേണ്ട കാര്യമില്ല, അച്ഛ ദേഷ്യങ്ങളെല്ലാം മറന്നേക്ക്, അച്ഛൻ എന്നോടുള്ള ദേഷ്യം ഇവരോട് കാണിക്കരുതെന്ന് അർച്ചനയും പറയുകയാണ്. അതൊക്കെ വീടിൻ്റെ ഏട്ടത്തി, പഴയ കാര്യങ്ങളെല്ലാം മറന്ന് നമുക്കിനി ഒരുമിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് സ്നേഹ പറയുന്നു. അപ്പോഴാണ് ദേഷ്യത്തോടെ നിൽക്കുന്ന അനഘയെ സ്നേഹ കാണുന്നത്. തുടർന്ന് അർച്ചന പറയുകയാണ്, നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങുകയല്ലേ, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്ക്. അങ്ങനെ സന്ദീപും അനഘയും സേതുവിൻ്റെ കാലിൽ വീഴുമ്പോൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് സേതു. തുടർന്ന് വിഷമത്തോടെ സന്ദീപും ആതിരെ നിൽക്കുമ്പോൾ ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തികയും അനഘയും. അച്ഛൻ ഇതെന്ത് പണിയാ കാണിച്ചതെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, എല്ലാവരും കൂടി ആ മനുഷ്യനെ ചതിച്ചിട്ട് ഇപ്പോൾ നീ എന്തൊക്കെയായി പറയുന്നത്. തുടർന്ന് സച്ചി പറയുകയാണ്, ഏട്ടത്തി എല്ലാം അവസാനിച്ച് ഇപ്പോൾ സന്ദീപും ആതിരയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇനിയും ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. ഭാര്യയുടെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് കരുതി സച്ചിക്ക് എല്ലാം മറക്കാനും പൊറുക്കാനും കഴിയും. പക്ഷേ മനസ്സ് വേദനിച്ചവരെ ഇവിടെ വേറെയുമുണ്ട് സച്ചി, അത് മറക്കരുത്. ഏട്ടത്തി ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് അച്ഛനോടോ ഏട്ടത്തിയോടോ ആരോട് വേണമെങ്കിലും ഞാൻ മാപ്പ് ചോദിക്കാം. ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ മാത്രം അനുവദിച്ചാൽ മതി. ഇതിനു വേണ്ടി അനുഭവിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും തെറ്റാണോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, തെറ്റാണ് സന്ദീപേ, രഹസ്യമായി വിവാഹം കഴിച്ചതും രഹസ്യമായി ഗർഭിണിയായതും അതെല്ലാം തെറ്റ് തന്നെയാണ്. നിന്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒന്നാണതെന്ന് നീ എന്താ തിരിച്ചറിയാത്തത്? തുടർന്ന് അർച്ചനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് അവന്തിക. നമ്മുടെ അച്ഛന് മനസ്സുകൊണ്ട് ഒരിക്കലും ഈ ബന്ധത്തെ അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അച്ഛൻ അനുഗ്രഹം പോലും കൊടുക്കാതെ ഇവിടെ നിന്ന് പോയത്. അച്ഛൻ എന്ന് നിങ്ങളുടെ ബന്ധത്തെ അംഗീകരിക്കുന്നോ അന്ന് ഞാനും നിങ്ങളുടെ ബന്ധത്തെ അംഗീകരിക്കാം. പിന്നെ സന്ദീപ് ചോദിച്ചല്ലോ ആരോടാ മാപ്പ് പറയേണ്ടതെന്ന്, പറ്റുമെങ്കിൽ ദേ നിൽക്കുന്നു അനഘ, അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക ദേഷ്യത്തോടെ മുറിയിലേക്ക് പോവുകയാണ്. തുടർന്ന് മുറിയിലേക്ക് പോയതിനു ശേഷം സന്ദീപ് സച്ചിയോട് പറയുകയാണ്, നമ്മളോട് കാണിക്കുന്ന ദേഷ്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ അച്ഛൻ ഏട്ടത്തിയോട് കാണിക്കുന്ന ഈ അകൽച്ചയുണ്ടല്ലോ, അതാ സഹിക്കാൻ സാധിക്കാത്തത്. തുടർന്ന് അർച്ചന പറയുകയാണ്, എല്ലാം ശരിയാകും, എന്തായാലും നിങ്ങൾ ഒന്നിച്ചല്ലോ, എനിക്ക് അത് മതിയെന്ന് അർച്ചന പറയുന്നു. തുടർന്ന് സച്ചി പറയുകയാണ്, നമ്മൾ ഇവിടെയുള്ളവരുടെ കാര്യം മാത്രമേ ആലോചിക്കുന്നുള്ളൂ, പക്ഷേ ഇവിടെയുള്ളതിനേക്കാൾ ദേഷ്യമാ തൻ്റെ വീട്ടുകാർക്ക്. അവരെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. അനൂപേട്ടന് ഒത്തിരി ദേഷ്യമുണ്ടാകും. ആതിരയും കൂടി അവരെ അവഗണിച്ചല്ലേ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്. എന്താണെങ്കിലും എല്ലാം ശരിയാകാതിരിക്കില്ല, നമുക്ക് അത് പ്രതീക്ഷിച്ചിരിക്കാമെന്ന് അർച്ചന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക സച്ചിയുടെ മുറിയിലേക്ക് വരുന്നതാണ്. അതേസമയം സച്ചിയും അർച്ചനയും മുറിയിലുണ്ടായിരുന്നില്ല. അപ്പോൾ അവരിവിടെ ഇല്ല, ഇത് തന്നെ പറ്റിയ അവസരമെന്ന് പറഞ്ഞ് അകത്തു കയറി മുറി ലോക്ക് ചെയ്യുകയാണ് അവന്തിക. അതിനുശേഷം ആ മുറിയിലെ ഡ്രോ എല്ലാം തുറന്ന് വിജയുടെ ഡയറി അവിടെ എല്ലാം തിരയുകയാണ് അവന്തിക. അതേസമയം ഡോറ് തുറന്ന് അങ്ങോട്ടേക്ക് അനഘ വരുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. അല്ല ചേച്ചി, ചേച്ചി എന്താ ഇവിടെ എന്ന് അനഘ ചോദിക്കുമ്പോൾ നീ വന്നേന്ന് പറഞ്ഞുകൊണ്ട് അനഘയെ വിളിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അനഘ പറയുകയാണ്, അപ്പോൾ ചേച്ചിയുടെ എന്തൊക്കെ രഹസ്യങ്ങൾ അടങ്ങുന്ന ഡയറി അവിടെ അർച്ചനയുടെ മുറിയിലുണ്ടല്ലേ? അതെ, എന്ത് വില കൊടുത്തും എനിക്കത് വേണം. അങ്ങനെയാണെങ്കിൽ അർച്ചനയ്ക്ക് കുറച്ച് പണം ഓഫർ ചെയ്താലോ എന്ന് അനഘ ചോദിക്കുമ്പോൾ നീ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് പറയാൻ അവന്തിക പറയുന്നു. വഴിയെന്ന് പറഞ്ഞു ചേച്ചി ചെയ്തത് തന്നെയാ വഴി, മോഷ്ടിക്കണം. ആ മുറി മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി നോക്കിയതാ, അവള് അലമാരി വെച്ച് പൂട്ടിയിരിക്കുകയാണ്, എനിക്ക് ഒരു സമാധാനവുമില്ലെന്ന് അവന്തിക പറയുമ്പോൾ അനഘ പറയുകയാണ്, അത്രയ്ക്ക് സമാധാനക്കേടാണെങ്കിൽ ആ ഡയറി അത്ര ചില്ലറക്കാരനല്ലല്ലോ, എന്താ അതിൻ്റെ അകത്തുള്ളതെന്ന് അനഘ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം. ശരി, ഞാൻ എടുത്തു തന്നാൽ ചേച്ചി എനിക്കെന്ത് തരുമെന്ന് അനഘ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരും. ഇപ്പോൾ എനിക്ക് കാര്യങ്ങളുടെ കിടപ്പെല്ലാം മനസ്സിലായി. ആ ഡയറി കാണിച്ച് ചേച്ചിയെ ഭീഷണിപ്പെടുത്തിയല്ലേ അർച്ചന സന്ദീപിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? അതെ, മറ്റു മാർഗങ്ങളില്ലാതായിപ്പോയി, ആലോചിക്കാൻ പോലും സമയവുമില്ലായിരുന്നു. അത് ശരി, അപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അത് അവളുടെ കയ്യിലിരിക്കുന്നത് അപകടമാണെങ്കിൽ അവളുടെ കയ്യിലിരിക്കണ്ട. ചേച്ചി എന്താണെങ്കിലും സമാധാനമായിട്ടിരിക്കുക, അത് വെച്ച് അവൾ എന്താണെങ്കിലും ഇനി ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്യില്ല. ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് സന്തോഷമാവുകയാണ്.
പിന്നീട് കാണിക്കുന്നത് സച്ചി സന്തോഷത്തോടെ ഒരു കവറും കൊണ്ട് മുറിയിലേക്ക് പോകുന്നതാണ്. അതേസമയം ഹാളിൽ വെച്ച് സ്നേഹ പിടിച്ചു നിർത്തുകയാണ്. എന്താ നല്ല സന്തോഷത്തിലാണല്ലോ. ഒന്നുമില്ലടി, സന്ദീപ് തിരിച്ചു വന്നില്ലേ, അതിന്റെ സന്തോഷമാ എന്ന് സച്ചി പറയുമ്പോൾ സ്നേഹ ചോദിക്കുകയാണ്. അതൊക്കെ പോട്ടെ, എന്താ കയ്യില്? അത് അർച്ചനയ്ക്കുള്ളൊരു ഗിഫ്റ്റാ. അതെന്താ ഇന്ന് ഏട്ടത്തിയുടെ പിറന്നാളാണോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അല്ലെന്നും മറ്റൊരു കാര്യത്തിനാണെന്നും സച്ചി പറയുന്നു. എൻ്റെ ആങ്ങള കിടന്നുരുളാതെ കാര്യം പറ. എടി, അർച്ചന എന്തോ ചെയ്തിട്ടാണ് സന്ദീപ് ഇപ്പോൾ തിരികെ ഇവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ ആതിരയെ ഇവിടേക്ക് കയറ്റാൻ വേണ്ടി ഞാനും അല്പം മഴയൊക്കെ കൊണ്ടതാണേ. എനിക്കും ഗിഫ്റ്റ് വേണമെന്ന് സ്നേഹ പറയുമ്പോൾ നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതിയെന്നും ഞാൻ വാങ്ങിത്തരാമെന്നും പറഞ്ഞ് സച്ചി മുറിയിലേക്ക് പോകുന്നു. അതേസമയം അർച്ചന മുറിയിൽ വിജയുടെ ഡയറി എടുത്ത് കയ്യിൽ പിടിക്കുകയും അത് അലമാരിയിൽ വെച്ച് പൂട്ടി താക്കോല് ബെഡിൻ്റെ അടിയിൽ വെക്കുകയും ചെയ്യുന്നു. അതേസമയം ഡയറി എങ്ങനെ മോഷ്ടിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് അനഘ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.